ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മതിലെന്ന് ലോകം ഒന്നടങ്കം വിളിച്ച നമ്മുടെ സ്വന്തം രാഹുൽ ദ്രാവിഡിന്റെ മകൻ അൻവയ് ദ്രാവിഡ് ഇത് ഇന്ത്യൻ ജേഴ്സിയിലേക്ക് ആദ്യ ചുവടുവെപ്പ് നടത്തിക്കഴിഞ്ഞു. അതെ, ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ അണ്ടർ-19 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായി അൻവയ് ദ്രാവിഡും ഇടം പിടിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ അണ്ടർ-19 ടീമിനെ BCCI പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂലൈ 4-നാണ് ഈ ആവേശകരമായ പര്യടനം ആരംഭിക്കുന്നത്. 3 ഏകദിന മത്സരങ്ങളും 2 മൾട്ടി-ഡേ മത്സരങ്ങളുമാണ് ഇന്ത്യയുടെ യുവനിര ഈ ടൂർണമെന്റിൽ കളിക്കുക. ഇതിൽ യശ്വർദ്ധൻ സിംഗ് ചൗഹാൻ നയിക്കുന്ന ഏകദിന ടീമിലാണ് വിക്കറ്റ് കീപ്പർ ബാറ്ററായി അൻവയ് ദ്രാവിഡ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ലക്ഷ്യ റായ്ചന്ദിനിയാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. അൻവയെ കൂടാതെ രജത് ബാഗേലും വിക്കറ്റ് കീപ്പറായി ഏകദിന സ്കോഡിലുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് അൻവയ് എന്ന പേര് തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ക്രിക്കറ്റ് ഇതിഹാസം രാഹുൽ ദ്രാവിഡിന്റെ മകൻ എന്ന ലേബൽ തന്നെയാണ് ഈ കൗമാരക്കാരനിലേക്ക് ക്യാമറ കണ്ണുകൾ തിരിയാൻ കാരണം. പലരും വിചാരിക്കുന്നുണ്ടാകാം രാഹുൽ ദ്രാവിഡിന്റെ മകനായതുകൊണ്ട് മാത്രമാണ് അൻവയ്ക്ക് ടീമിൽ സ്ഥാനം ലഭിച്ചതെന്ന്. എന്നാൽ അങ്ങനെയല്ല. കഠിനാധ്വാനം മികച്ച പ്രകടനവും തന്നെയാണ് അൻവയ് ഈ സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. കർണാടകയ്ക്ക് വേണ്ടി അണ്ടർ-14, അണ്ടർ-16 ടീമുകളിൽ തകർപ്പൻ പ്രകടനമാണ് ഈ യുവതാരം പുറത്തെടുത്തിട്ടുള്ളത്. കർണാടക അണ്ടർ-14 ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു അൻവയ്. ഇവിടെ മറ്റൊരു രസകരമായ കാര്യം എന്തെന്നാൽ അച്ഛൻ രാഹുൽ ദ്രാവിഡ് തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് വിക്കറ്റ് കീപ്പറായിരുന്നു. പിന്നെ ടീമിന്റെ ബാലൻസിന് വേണ്ടി അദ്ദേഹം 2003 ലോകകപ്പിലേക്ക് വിക്കറ്റ് കീപ്പർ ഗ്ലൗസ് അണിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ മകൻ അൻവയും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററായി തന്നെയാണ് ഇന്ത്യൻ അണ്ടർ-19 ടീമിലേക്ക് കടന്നു വരുന്നത്. അച്ഛന്റെ അതേ ബാറ്റിംഗ് ശൈലിയും ക്ഷമയും വിക്കറ്റിന് പിന്നിലെ ചടുലതയും അൻവയ്ക്കുമുണ്ടെന്നാണ് കർണാടക ക്രിക്കറ്റ് വൃത്തങ്ങൾ പറയുന്നത്. ഈ പര്യടനത്തിനായുള്ള 2 ടീമുകളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഏകദിന ടീമിനെ നയിക്കുന്നത് യശ്വർദ്ധൻ സിംഗ് ചൗഹാനാണ്. ടീമിലെ മറ്റു പ്രധാന കളിക്കാർ ഇവരാണ്. അണ്ടർ-19 ഏകദിന ടീം സാഗർ വിർഗ്, ലക്ഷ്യ റായ്ചന്ദിനി, യശ്വർദ്ധൻ സിംഗ് ചൗഹാൻ, വിനീത് VK, അർജുൻ രാജ്പുത്, കുശാഗ്ര ഓജ, രജത് ബാഗേൽ, അൻവയ് ദ്രാവിഡ്, അൽമോജ് സിംഗ്, ഉത്കുരി യശ്വിൻ ഗൌഡ്, രോഹിത് അനിൽ യാദവ്, ഷാവിൻ V, കാവ്യ പരേഷ് പട്ടേൽ, മോഹിത് ഉൽവ, ഇഷാൻ സൂദ്. മലയാളികൾക്ക് അഭിമാനമായി വിനീത് VK എന്ന പേരും ഈ ലിസ്റ്റിൽ കാണാം എന്നത് മറ്റൊരു സന്തോഷകരമായ കാര്യമാണ്. തിരുവനന്തപുരം സ്വദേശിയാണ് വിനീത് VK. അതുപോലെ തന്നെ 2 മത്സരങ്ങളടങ്ങിയ മൾട്ടി-ഡേ മത്സരങ്ങൾക്കുള്ള ടീമിനെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ വിക്കറ്റ് കീപ്പറായി മാനവ് കൃഷ്ണയും ആര്യൻ സന്ദേശ് സാക്പാലുമാണ് ഉള്ളത്. അൻവയ് ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ് നിലവിൽ ഇടം നേടിയിരിക്കുന്നത്. ദ്രാവിഡ് കുടുംബത്തിൽ നിന്ന് ഇന്ത്യൻ ജേഴ്സിയിലേക്ക് പ്രതീക്ഷ നൽകുന്ന 2ാമത്തെ മകനാണ് അൻവയ്. രാഹുൽ ദ്രാവിഡിന്റെ മൂത്ത മകൻ സമിത് ദ്രാവിഡും മികച്ചൊരു ക്രിക്കറ്റാണ്. കർണാടകയുടെ ആഭ്യന്തര ടീമുകളിലും മഹാരാജ T20 ലീഗിലുമൊക്കെ സമിത് കളിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഇളയ മകൻ അൻവയ് അണ്ടർ-19 ടീമിലേക്ക് ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ സീനിയർ ടീമിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് മകൻ ഇന്ത്യൻ ജൂനിയർ ടീമിലേക്ക് വരുന്നത് എന്നത് മറ്റൊരു നിയോഗം. അച്ഛൻ പകർന്നു നൽകിയ ക്രിക്കറ്റ് പാഠങ്ങളും അച്ചടക്കവും ഈ 2 മക്കൾക്കും വലിയൊരു മുതൽക്കൂട്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അച്ഛന്റെ നിലയിൽ നിന്ന് മാറി സ്വന്തം കളിമികവ് കൊണ്ട് അൻവയ് ദ്രാവിഡിന് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു ഭാവി കെട്ടിപ്പടുക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ജൂലൈ 4-ന് ആരംഭിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിൽ അൻവയ് ഗ്ലൗസ് അണിഞ്ഞ് മൈതാനത്തിറങ്ങുന്നത് കാണാൻ ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുകയാണ്.